നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. തളിക്കുളത്ത് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ചു. പത്താംകല്ല് CMS സ്കൂൾ വിദ്യാർത്ഥിനി അനാമികയാണ് മരിച്ചത്. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും. മലക്കപ്പാറ റോഡിൽ വന്യമൃഗ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തുന്നതിന് വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന KSRTC ഓടാത്തത് ജനങ്ങൾക്ക് ദുരിതമായി. നടപടി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. വാർത്തകൾ വിശദമായി. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. മണ്ണമ്പേട്ട പൂക്കോട് ഭഗവതിക്കാവ് റോഡിലെ ചക്കാലമറ്റത്ത് വളപ്പിൽ രതീഷിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടത്തിയിരിക്കുന്നത്. രതീഷും കുടുംബവും വിദേശത്താണ്. ശനിയാഴ്ച രാവിലെ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടത്. രതീഷ് ജോലി സംബന്ധമായി ബഹ്റൈനിലാണ്. ഗേറ്റ് പൂട്ടിയ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നത് കണ്ടതാണ് സംശയത്തിന് ഇടയാക്കിയത്. ബന്ധുക്കൾ എത്തി നോക്കിയപ്പോൾ വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. അകത്ത് കടന്നു നോക്കിയപ്പോൾ എല്ലാ മുറികളിലെയും അലമാരകൾ തുറന്ന് സാധനങ്ങൾ വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. വിലപിടിപ്പുള്ളവ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വിവരം അറിയിച്ചതനുസരിച്ച് വരന്തരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിവരുന്നു. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. ആലുവ സ്വദേശി റിച്ചു ആണ് പിടിയിലായത്. യുവാവിനെ ആശുപത്രിയിലെത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. തൃശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് MDMA പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ MDMA കണ്ടെത്തിയില്ല. പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിലെത്തിച്ച് നടത്തിയ സ്കാനിംഗിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജന്റെ സഹായത്തോടെയാണ് മയക്കുമരുന്ന് പുറത്തെടുത്തത്. ഇയാൾ നേരത്തെയും മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തു നിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത്. ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും. ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും. തളിക്കുളത്ത് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിച്ചു. പത്താംകല്ല് CMS സ്കൂൾ വിദ്യാർത്ഥിനി അനാമികയാണ് മരിച്ചത്. ഏങ്ങണ്ടിയൂർ 5ാം കല്ല് പുളിഞ്ചോട് തച്ചാട്ട് നന്ദു മുകുന്ദിന്റെ മകളാണ്. ബുധനാഴ്ച രാത്രി തളിക്കുളത്തുള്ള വാടക വീടിനകത്ത് വെച്ചാണ് കടിയേറ്റതെന്ന് കരുതുന്നു. രാത്രിയിൽ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വീട്ടുകാർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീട് കുട്ടിക്ക് ബോധക്ഷയം വന്നതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ പരിശോധനയിലാണ് പാമ്പ് കടിച്ചതായി സ്ഥിരീകരിച്ചത്. ഇതോടെ ആവശ്യമായ ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും. പോട്ട സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സരസുവിനെ അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 2017 വെട്ടുകത്തികൊണ്ട് പരിക്കേൽപ്പിച്ച കേസിലാണ് പോട്ട കരിപ്പായി വീട്ടിൽ സതീഷ് എന്നയാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് RK രമ ശിക്ഷിച്ചത്. അന്നത്തെ ചാലക്കുടി സബ് ഇൻസ്പെക്ടർ ജയേഷ് ബാലനും ASI തമ്പിയും ചേർന്നാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. മലക്കപ്പാറ റോഡിൽ വന്യമൃഗ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തുന്നതിന് വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തി.
വന്യമൃഗ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ KSRTC പ്രൈവറ്റ് ബസ്സുകളും മറ്റു വാഹനങ്ങളും നിർത്തുവാൻ പാടില്ല. ഇതുവഴി സ്ഥിരമായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് നോട്ടീസ് നൽകി. വന്യമൃഗങ്ങളെ വഴിയിൽ കാണുന്ന സന്ദർഭങ്ങളിൽ വാഹനങ്ങൾ സുരക്ഷിത ദൂരം പാലിക്കണം. വാഹനം മൃഗങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവയെ ഭയപ്പെടുത്തുകയോ പ്രകോപിപ്പിക്കുകയോ ചെയ്യരുത്. അനാവശ്യമായി ഹോൺ മുഴക്കുന്നതും പാട്ടുവയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. വന്യജീവികൾ വഴിയിൽ നിന്ന് മാറുന്നതുവരെ സുരക്ഷിത ദൂരത്തിൽ വാഹനങ്ങൾ നിർത്തി കാത്തിരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കത്തിൽ പറയുന്നത്. വന്യമൃഗങ്ങളെ ഓടിക്കൽ, പ്രകോപനം ഉണ്ടാക്കുക മുതലായ പ്രവൃത്തികൾ കുറ്റകരമാണെന്നും ചൂണ്ടിക്കാട്ടി. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സാഹചര്യത്തിൽ ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടി ഉണ്ടായേക്കാം. യാത്രക്കാരും വന്യജീവികളെ കാണാൻ വാഹനം നിർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. 6 മാസത്തിനുള്ളിൽ കാട്ടാനയെ അടുത്തു കാണാൻ നിർത്തിയ 10 വാഹനങ്ങൾക്ക് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ഉത്തരവ് പാലിക്കാത്തവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വാഴച്ചാൽ DFO അറിയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന KSRTC ഓടാത്തത് ജനങ്ങൾക്ക് ദുരിതമായി. നടപടി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. പ്രധാനമായും ജനങ്ങൾ ആശ്രയിച്ചിരുന്ന പാലപ്പിള്ളി ആമ്പല്ലൂർ തൃശൂർ മെഡിക്കൽ കോളേജ് ബസ് പാലപ്പിള്ളി ആമ്പല്ലൂർ ചാലക്കുടി ആമ്പല്ലൂർ മണ്ണമ്പേട്ട ആലയങ്ങാട് എന്നീ KSRTC ബസ്സുകൾ ഓടാത്തതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കിയത്. കൂടാതെ പാലപ്പിള്ളി, ചൊക്കന, കുണ്ടായി, ആനപ്പാന്തം ആദിവാസി ഉന്നതി, വേലുപ്പാടം, വരന്തരപ്പള്ളി, ആമ്പല്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ളവർക്ക് മെഡിക്കൽ കോളേജിലേക്കും ചാലക്കുടി ഭാഗത്തേക്കും പോകാൻ സാധിക്കും വിധം എത്രയും പെട്ടെന്ന് ഒറ്റപ്പെട്ട പെർമിറ്റുള്ള KSRTC ബസ്സുകൾ ഓടിക്കാനുള്ള നടപടി ആവശ്യപ്പെട്ട് മന്ത്രി ഗണേഷ് കുമാറിന് പൊതുപ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ നിവേദനം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 75 രൂപ കൂടി ഗ്രാമിന് 10,280 രൂപ, പവന് 82,240 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണമ്പേട്ടയിൽ പൂട്ടിയിട്ട വീടിന്റെ വാതിൽ പൊളിച്ച് മോഷണ ശ്രമം. തൃശൂരിൽ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ 20 ഗ്രാം MDMA-യുമായി യുവാവ് എക്സൈസ് പിടിയിൽ. തളിക്കുളത്ത് 1ാം ക്ലാസ് വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റു മരിച്ചു. 10ാം കല്ല് CMS സ്കൂൾ വിദ്യാർത്ഥിനി അനാമികയാണ് മരിച്ചത്. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും. മലക്കപ്പാറ റോഡിൽ വന്യമൃഗ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ വാഹനം നിർത്തുന്നതിന് വനം വകുപ്പ് നിയന്ത്രണമേർപ്പെടുത്തി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരുന്ന KSRTC ഓടാത്തത് ജനങ്ങൾക്ക് ദുരിതമായി. നടപടി ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് നിവേദനം നൽകി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംപ്രേക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.